ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ 2 ദിവസം മുന്നേ എനിക്ക് അടുത്തറിയുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടന് ഭയങ്കര സാഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് പറ്റി? ഭയങ്കര ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ആൾ ഭയങ്കര ടെൻഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് പറ്റി എന്തൊക്കെ പറ, നമുക്ക് നമ്മൾ സംസാരിക്കുക പറ എന്നൊക്കെ പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു, എടാ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം, പേടിയാവുന്നടാ, ഉറങ്ങാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ 2 ആൺകുട്ടികളല്ലേ, എന്തത്ര പേടിക്കാൻ എന്താ? ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഒരാൾ 9ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതാണ് എൻ്റെ പേടി, ആൺകുട്ടികളായതാണ് എൻ്റെ പേടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ ചേട്ടൻ പറഞ്ഞടാ, 2 മക്കളും 9ാം ക്ലാസ് പഠിക്കുന്ന മകന് ബസ്സിലാണ് സ്കൂളിൽ പോവുക, ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ ട്രെയിനിലാണ് പോവുക. അപ്പോൾ ഈ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്നത് വരെ ഈ അച്ഛന് നെഞ്ചിൽ തീയാണ്. ഈ അച്ഛൻ പേടിക്കുകയാണ്. ഈ അച്ഛൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴും ആരുടെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ട്രെയിനിലോ ബസ്സിലോ പീഡിപ്പിച്ചു, ഏതെങ്കിലും പയ്യന്മാർ പീഡിപ്പിച്ചു, പയ്യന്മാർ നെഞ്ചിൽ കൈ വെച്ചു, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൈ തട്ടി. കാരണം ഇപ്പോൾ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മേക്കപ്പൊക്കെ ഇട്ട് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി ഭയങ്കര ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വേട്ടപ്പട്ടിയുടെ മനസ്സുള്ള കുറേ. ഞാൻ വേട്ടപ്പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേട്ടപ്പട്ടികൾ വന്നിട്ട് എൻ്റെ നേരെ കാല് പൊക്കി മൂത്രമൊഴിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം വേട്ടപ്പട്ടികൾക്ക് വരെ അപമാനമാണ് ഇതേപോലുള്ള തെരുവ്. ഞാൻ പറയുന്നില്ല തെരുവ്, ആ മനസ്സുള്ള അങ്ങനെയുള്ള ആളുകളെ ഈ വേട്ടപ്പട്ടിയുമായിട്ട് ഉപമിച്ച് കഴിഞ്ഞാൽ അത് വേട്ടപ്പട്ടികൾക്ക് വരെ ഇഷ്ടാവില്ല. അപ്പം ഇതേപോലുള്ള അച്ഛന്മാർ പേടിച്ചിരിക്കുകയാണ്. ഈ മക്കൾ തിരിച്ച് വരുന്നത് വരെ പേടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് വന്നാൽ ചോദിക്കും പോലും, ഓക്കെ അല്ലേ, ആരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ, മോൻ്റെ കയ്യൊന്നും ആരും ഏതും തട്ടിയിട്ടില്ലല്ലോ, എൻ്റെ മക്കൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് പേടിച്ച് അവർ ഓക്കെ പറയുമ്പോഴേ ഇവർ ആ നെഞ്ചിൽ തീ അണയുന്നുള്ളൂ. ഒരു പാവത്തിന് കൊലക്ക് കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ആ വീഡിയോ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ സ്ത്രീ ഇട്ടിട്ടുള്ളത്. ഈ സ്ത്രീ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് ഫിൽട്ടർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, അവളെ സൗന്ദര്യം നിൽക്കണം, അവളിങ്ങനെ നെഞ്ചിങ്ങനെ തള്ളിപ്പിടിച്ച് നിന്ന് കൊടുക്കണം. ആരെങ്കിലും വന്ന് തൊടടാ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താ അറിയോ, ഇവളെ ആഘോഷിച്ചു, ഇവൾക്ക് സന്തോഷമായി. പിന്നെ ഇവൾ സെലിബ്രിറ്റിയായി, ഇവൾക്ക് യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സായി, ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സായി, ലൈക്കായി, ഇവൾക്ക് സെലിബ്രിറ്റി ഇമേജ് കിട്ടി, ഇവൾക്ക് ചെത്തി നടക്കുക. ജീവിതത്തിൽ ബസ്സിൽ കയറാത്ത ഇവളൊക്കെ ബസ്സിൽ കയറാൻ തുടങ്ങിയത് തന്നെ ഇതൊരു ട്രെൻഡായതിൻ്റെ ശേഷമാണ്. ഒരുപാട് പാവങ്ങളെ എന്താ പറയുക, ആരും ചോദിക്കാനും പറയാനില്ല. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. പുരുഷന്മാർക്ക് എന്തോ ആവാം, പുരുഷന്മാർക്കെതിരെ എന്തോ ആവാം, പുരുഷന്മാർക്ക് വായ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. പുരുഷന്മാരല്ലേ, അത് കുഴപ്പമില്ല, പുരുഷന്മാർക്കല്ലേ, പുരുഷന്മാർ നാണമില്ലാത്തവർ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ബസ്സിലൊക്കെ കയറി കാണുന്ന ഈ പുരുഷന്മാർക്കും വീട്ടുകാരുണ്ടെന്നുള്ള ചിന്ത ഒന്നും ഇവർക്കില്ല. സഹോദരിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്. അതൊന്നും ചിന്തയില്ല. ഇവർക്ക് റീച്ച് വേണം, അതിനു വേണ്ടി ഇവർ എന്ത് ഊളത്തരം ചെയ്യും. വേട്ടാവളിയത്തിമാർ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ ഭംഗി, ക്യൂട്ട്നെസ്. ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ അങ്ങനെ ഓണാക്കി പിടിച്ചിരിക്കുക. ആരെങ്കിലും വന്ന് എൻ്റെ നെഞ്ചിൽ നിന്ന് തൊടടാന്ന് പറഞ്ഞിട്ട് മുല ഇങ്ങനെ തള്ളി പിടിച്ച് നിന്ന് കൊടുക്കുക. കഷ്ടകാലത്ത് എങ്ങാനും ആരെങ്കിലും കൈയൊന്ന് തട്ടിയാൽ ആ തിക്കും തിരക്കുള്ള ബസ്സിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിന്നൊക്കെ വരും. സ്വാഭാവികമല്ലേ? തിക്കും തിരക്കുള്ള ബസ്സിലായാലും ട്രെയിനായാലും, പിന്നെ നിങ്ങളൊക്കെ തിക്കും തിരക്കുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാരല്ലേ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടൂലേ? അല്ല, ജാക്കി വെക്കാൻ വേണ്ടി കയറുന്നവരുണ്ട്, അവരൊന്നും ആരും സപ്പോർട്ട് ചെയ്യില്ല. ജാക്കി വെക്കാൻ കയറുന്നവരെ സാധനം ചെത്തിക്കളയെന്ന് പറയുന്നതിന് ഒരുവിധം പുരുഷന്മാരൊക്കെ. അല്ലാതെ നിരപരാധികളെ പിടിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യൂട്ട്നെസ്സും വാരി വിതറി മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ട് എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഒരു പാവത്തിനെ കൊലക്ക് കൊടുത്തു. ആ അമ്മയുടെ കരച്ചിൽ കേട്ടില്ലേ നിങ്ങൾ? ആ പെണ്ണ് ഇതൊക്കെ എവിടെ കൊണ്ട് അത് തീർക്കാമെന്നില്ല. കാരണം അവൾ ഇതിൻ്റെ മുന്നിൽ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പല രീതിയിലും റീച്ച് ഉണ്ടാക്കാൻ, നടന്നിട്ടില്ല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഇതോടെ നിൽക്കുമെന്ന് വിചാരിച്ചോ? ഇതോടെ നിൽക്കൊന്നുമില്ല. അത് ഇപ്പം അടങ്ങിയിരിക്കണം നോക്കണ്ട. ഇപ്പം തന്നെ ഏതൊരു അറപ്പോ അങ്ങനെ ഏതൊരു തീട്ടം, അതിൻ്റെ പേരെനിക്കറിയില്ല. ഈ ബിഗ് ബോസിലൊക്കെ കയറാൻ വേണ്ടി കുറേ നോക്കിയിട്ട് നടക്കാതെ എന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നു, എന്നെ ബിഗ് ബോസ് വിളിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചു, എന്നെ ബിഗ് ബോസ് വിളിച്ചില്ല, എന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വിളിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേട്ടാവളിത്തി വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവളെ FB പോസ്റ്റ് വായിച്ചില്ലേ നിങ്ങൾ? അവൾ എന്തൊക്കെയാണ് പറയുന്നത്? ലോകത്തുള്ള പുരുഷന്മാർ മൊത്തം ഇങ്ങനെയൊക്കെ സാമാനം കൂർപ്പിച്ച് നടക്കുന്ന ആൾക്കാരാണ്, കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഭോഗിക്കാൻ നടക്കുന്നവരാണെന്നാണ് അവളെ ചിന്താഗതി. അങ്ങനെയാണോ?
അപ്പോൾ ഇവളെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ ഇവള് പറയും ഇവളെ അച്ഛനും മോശമാണ്. ഇവളെ അച്ഛനും മോശമാണെന്ന് വിചാരിച്ചാൽ ലോകത്തുള്ള ആണുങ്ങൾ മൊത്തം മോശമാവും. ഇവൾക്കിപ്പോൾ ബിഗ് ബോസിൽ കയറണം, ഒരു അത്യാവശ്യം ഈ ബിഗ് ബോസിലൊക്കെ കയറണമെങ്കിൽ കുറച്ചിങ്ങനെ ടൈം ലൈനിൽ ഇങ്ങനെ നിൽക്കണം. എന്താ പറയുക, അത് നെഗറ്റീവായാലും എന്തായാലും ഇങ്ങനെ നിൽക്കണം. ഇവൾ ഈ ബിഗ് ബോസിൻ്റെ സീസൺ അടുക്കാൻ നേരത്ത് ഇവൾക്ക് തുടങ്ങുക ഇളക്കം. ഇവളിങ്ങനെ നടന്ന് പറയും പുരുഷന്മാർ മൊത്തം മോശമാണ്, പുരുഷന്മാർ അങ്ങനെയാണ്. ആ മരിച്ച ആത്മാവിനെ പോലും അയാളെപ്പോലും വളരെ മോശമായിട്ടാണ് FB പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതേപോലെ കുറേ ഉണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കോ, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പൊന്തും. ആ ആത്മാവിനെ കുറിച്ച് ഇനി പറയാത്ത ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഇനി ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി പറയും. ഇപ്പോൾ അത് അടങ്ങിയിരിക്കുന്നത് നിങ്ങളാരും നോക്കണ്ട. മനസ്സിലായില്ലേ? ഇതിങ്ങനെ തൂക്കിപ്പൊടിച്ച് നടക്കാൻ ഇനിയും വരും കുറേ. ബസ്സിലും ട്രെയിനിലും എല്ലായിടത്തും വരും. ചിലപ്പോൾ വീടിൻ്റെ അകത്ത് കയറി വരും വെറുതെ വന്നിട്ട് എന്നെ തുടരാ, എന്നെ പിടിക്കടാ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ അത് വീഡിയോ എടുത്തിട്ട് വിടണം. പ്രലോഭിപ്പിച്ച് പിടിപ്പിച്ചിട്ട് ഇവർക്കത് വീഡിയോ എടുത്തിടണം. എന്തിനാണെന്നറിയോ? ചെത്തി നടക്കണം. സെലിബ്രിറ്റി ഇമേജിലൂടെ ചെത്തി നടക്കണം. ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഞാൻ വലിയ സംഭവമാണ്, അവരെ കാണുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണം. ഭയങ്കര സംഭവം. ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, പ്രതികരിക്കും. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക സംസാരിക്കും. എനിക്ക് ഇങ്ങനെ സംസാരിച്ചില്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇങ്ങനെ സംസാരിച്ച് എന്താ പറയുക, ഇങ്ങനെ പറയണം. എനിക്ക് എൻ്റെ ഫീലിങ്സ് പറയാൻ തോന്നി. ഇതേപോലെ ഇങ്ങനെ പറയണം. കാരണം ഡോസ് കുറച്ചിട്ട്, അതായത് ഇങ്ങനൊന്നല്ല, ഡോസ് കൂട്ടി പറയാനും ആൾക്കാർ വേണം. അല്ലാതെ എല്ലാവരും സാഹിത്യം പറഞ്ഞ് അച്ചടി ഭാഷ പറഞ്ഞ് പാടത്തും പറമ്പിലൂടെ നടക്കുന്ന കിളികളെ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ എങ്ങനെ ചെയ്തു, ഇങ്ങനൊന്നല്ല. പച്ചക്ക പറയണം. കാരണം ഇത് പേടിച്ച് ഈ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല. എല്ലാവരും പുരുഷന്മാരെ പറയും. ഇതിപ്പോൾ എല്ലാവരും ഒന്നായിട്ട് നിൽക്കുന്നില്ല. ഇനി ചെറിയ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തിരിയും. അപ്പോൾ വീണ്ടും പുരുഷന്മാർ ശരിയല്ല, പുരുഷന്മാർ നന്മന്മാരാണ്, ജാക്കി വെക്കാൻ പോകുന്ന സാമാനം കൂർപ്പിച്ചിടക്കുന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? കുറേ പേര് പ്രതികരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ വേറെ ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നി, എനിക്ക് സ്വയം എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ഇങ്ങനെ വന്ന് വീഡിയോ വന്ന് പ്രതികരിക്കണമെന്ന്. അതായത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി വിടലുണ്ടായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങി, പബ്ലിക് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് എന്താ പറയുക, പബ്ലിക് ഏജൻറ്റ് ഇടാൻ കാരണം എനിക്ക് ആ പേര് എൻ്റെ മനസ്സിൽ കുറേ, ഈ യൂട്യൂബ് ചാനൽ 2 വർഷം മുന്നേ വെറുതെ തുടങ്ങിയിട്ടൊരു യൂട്യൂബ് ചാനൽ, ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ എന്താ പറയുക, പബ്ലിക് ഏജൻറ്റ് അങ്ങനെ ഇടാൻ തോന്നി. എല്ലാം പബ്ലിക്കാണ്. നമുക്കിൻ്റെ രഹസ്യ സ്വഭാവങ്ങളൊന്നുമില്ല. നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയും, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഇവനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വരുമാനം ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ. അങ്ങനെ വരുമാനം കിട്ടിയാൽ വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ 2 പേരുണ്ടാവുള്ളൂ, ചിലപ്പോൾ എന്നെ 100 പേര് ചിലപ്പോൾ എന്നെ തെറി വിളിക്കാം. എനിക്കതൊരു പ്രശ്നമല്ല. എന്നെ 2 പേര് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായാൽ മതി. അവർക്ക് വേണ്ടി, ആ 2 പേർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. എനിക്കത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇനി എന്താ പറയുക, ഞാൻ വീഡിയോ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യുക, തെറി വിളിക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. എന്നെ ഒരാൾ 2 പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി തുടർച്ചയായി വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ഡോസ് കൂടിയ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് എന്താ പറയുക, അതിലൊരു പേടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവരൊക്കെ പേടിച്ച് മേക്കപ്പ് ഇട്ട് പിന്നെ മുലയും തള്ളി പിടിച്ച് നടന്ന് വന്ന് പിടിക്കടാ ഞാനൊന്ന് സെലിബ്രിറ്റി ആവട്ടടാ എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ച് നടക്കുന്ന ഊളകളെ, എന്താ പറയുക, ഊള വേട്ടാവളിയത്തിമാരെ പേടിച്ചും കൊണ്ടൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ അവരെ കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും